ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സുപ്രധാന വെളിപ്പെടുത്തലുമായി വ്യവസായി വിജയ് മല്യയുടെ പ്രതിനിധി. 2 ദ്വാരപാലക ശില്പങ്ങളിലുമായി 1999 5 കിലോ സ്വർണം പൂശെന്ന സെന്തിൽനാഥ്. 2019 വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. 2019 ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കിട്ടിയത് പുതിയ ചെമ്പോ എങ്കിൽ 99 പൂശിയ സ്വർണം അതെവിടെ എന്നും അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്രോക്സിമേറ്റ്ലി എൻ്റെ ഒരു 30 വർഷമായതുകൊണ്ട് എന്നാൽ ഞാൻ പറയാണ് ഒരു 2.5 ഈച്ച്, അതായത് രണ്ടും കൂടി ചേർന്നിട്ട് ഒരു 5 കിലോസ് വരാൻ സാധ്യതയുണ്ട്. 100% ഷുവറാണ്. സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് കണ്ട് എൻ്റെ കയ്യിൽ കോപ്പർ ഷീറ്റ് മാത്രമാണ് കിട്ടിയത്. ഞാൻ അതിൻ്റെ മുകളിലാണ് പ്രോസസ്സ് ചെയ്ത് എടുത്തതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് കോപ്പർ ആവാൻ യാതൊരു സാധ്യതയുമില്ല. ഹൈലി ഇമ്പോസിബിളാണ്. അത് ശരിക്കും അവിടുന്ന് കൊണ്ടുപോകേണ്ട സാധനമല്ല, ആൻ ദ സ്പോട്ട് ഇട്ട് ചെയ്യേണ്ടതാണ്. എൻ്റെ അനുഭവത്തിൽ ഈ 30 വർഷത്തിൽ ഒരു സ്ഥലത്ത് ഞാൻ അതുപോലെ എൻ്റയർ പീസ് കോപ്പറായിട്ട് മാറിയിട്ടുള്ള ഒരു ചരിത്രവും ഞാൻ കണ്ടിട്ടില്ല. 99 ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ ചിത്രവും 24 ലഭിച്ചിട്ടുണ്ട്. ചിത്രങ്ങളിൽ സ്വർണം പൂശിരിക്കുന്നത് വ്യക്തമായി കാണുകയും ചെയ്യാം. റാഫി കരീമാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരുന്നത്. റാഫി, കാര്യങ്ങൾ ഇപ്പോൾ വളരെ വ്യക്തമാവുകയാണ്. 99 എന്താണ് സംഭവിച്ചത്? 2019 ആകുമ്പോഴേക്കും ആ സ്വർണം എവിടേക്ക് പോകുന്നു? ഇതിനൊരു ഉത്തരം ദേവസ്വം ബോർഡിന് നൽകാൻ കഴിയുന്നില്ല. ഇത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് മുഴുവൻ കൊടുത്തുവിട്ടു. അവിടെ കിട്ടിയത് ചെമ്പാണ് എന്ന് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് അവിടെ ജോലി ചെയ്ത സ്ഥാപനം പറയുന്നു. ഇതിനിടയിൽ ഈ 5 കിലോ വരുന്ന 2.5 കിലോ വീതമുള്ള 2 ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ എവിടെ പോയി എന്നത് ആർക്കും അറിയില്ല. ഇപ്പോഴിതാ അന്ന് ഈ ജോലികൾ ചെയ്ത വിജയ് മല്യയുടെ പ്രതിനിധി തന്നെ 99 എന്താണ് നടന്നതെന്ന് വ്യക്തമാക്കുന്നതോടെ ഇതിലെ കളവിൻ്റെ, ക്രമക്കേടിൻ്റെ, ഗുരുതര വീഴ്ചയുടെ ഒക്കെ ചിത്രമല്ലേ തെളിഞ്ഞു വരുന്നത്? വിജയകുമാർ, തീർച്ചയായും ഈ വിജയ് മല്യയ്ക്ക് വേണ്ടി 1999 ഈ ശില്പങ്ങളുടെ ഇൻസ്പെക്ഷൻ അടക്കം പൂർത്തിയാക്കിക്കൊണ്ട് അമാൽഗമേഷൻ മേഖലയിൽ വിദഗ്ധനായ 30 വർഷത്തിലധികം ഈ മേഖലയിലെ പ്രവൃത്തി പരിചയമുള്ള സെന്തിൽനാഥൻ വ്യക്തമാക്കുന്ന വിവരങ്ങൾ അത് ഞെട്ടിക്കുന്നതാണ്. കാരണം ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ അവിടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാൻ കഴിയുന്നതാണ് സെന്തിൽനാഥിൻ്റെ വെളിപ്പെടുത്തലുകൾ. കാരണം 1999 ചിത്രങ്ങളടക്കം പുറത്തുവിട്ട് സെന്തിൽനാഥൻ പറയുന്ന ഒരു കണക്കുണ്ട്. 2 ദ്വാരപാലക ശില്പങ്ങൾക്കുമായി 5 കിലോ സ്വർണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 5 കിലോ സ്വർണം 20 വർഷം കൊണ്ട്, അതായത് 2019 ഈ പോറ്റിയുടെ പക്കൽ ഇത് കൊടുത്തു വിടുമ്പോൾ ആ 2019 ചെമ്പ് പ്ലേറ്റുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് പറയുമ്പോൾ ആ 5 കിലോ സ്വർണത്തിൽ നിന്ന് എത്ര നഷ്ടപ്പെടും, അല്ലെങ്കിൽ ആ 5 കിലോ സ്വർണത്തിന് എന്ത് സംഭവിച്ചിരിക്കാം എന്നുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായും സെന്തിൽനാഥനിൽ നിന്ന് ഉയരുന്നത്. സെന്തിൽനാഥൻ പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് 20 വർഷം കൊണ്ട് ആ 2 ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാൻ കഴിയുന്നത് 16% സ്വർണ്ണമാണ്. അതായത് 5 കിലോയുടെ 16% സ്വർണം നഷ്ടമാകും. അത് പ്രധാനമായും നഷ്ടമാവുക ആളുകൾ തൊട്ട് ആളുകളുടെ കൈവിരലുകളിലൂടെ അതിൽ നടക്കുന്ന ഒരു രാസപ്രവർത്തനത്തിലൂടെ നഷ്ടമാകുന്ന സ്വർണ്ണമാണ്. ആ സ്വർണം നഷ്ടമാവുക പ്രധാനമായും ഒരു 5 അടി മുതൽ 6 അടി ഉയരത്തിൽ വരെയുള്ള ഭാഗങ്ങളിൽ നിന്നായിരിക്കും. അതിന് മുകളിലേക്കും അതിന് താഴേക്കുമുള്ള സ്വർണ്ണങ്ങൾ നഷ്ടമാകില്ല. ആ സ്വർണ്ണങ്ങൾ ആ ദ്വാരപാലക ശില്പങ്ങളിൽ തന്നെ ഉണ്ടാകേണ്ടതാണ്. ആ നിലയിൽ 4 കിലോയിലധികം സ്വർണം ആ ദ്വാരപാലക ശില്പങ്ങളിൽ അവശേഷിക്കാൻ സാധ്യതയുണ്ട്. ആ നിലയിലാണ് അമാൽഗമേഷൻ പ്രോസസ്സ് ആ കാലത്ത് 1999 ചെയ്തതെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന് ചെമ്പ മാത്രമാണ് ലഭിച്ചത് എന്ന് പറയുമ്പോൾ ഈ സ്വർണം നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രധാനമായും അദ്ദേഹം ചോദിക്കുന്നത് ഈ നടപടിക്രമങ്ങളെക്കുറിച്ചാണ്. ഈ മേഖലയിൽ വിദഗ്ധനാണ് അദ്ദേഹം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലടക്കം, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലടക്കം ഈ അമാൽഗമേഷൻ ജോലികൾ ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ദ്വാരപാലക ശില്പങ്ങൾ അതിൽ ഏതെങ്കിലും തരത്തിൽ മെയിൻ്റനൻസ് വരുത്തുന്നതിന് വേണ്ടി അത് തമിഴ്നാട്ടിലേക്കൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതിൻ്റെ യന്ത്രങ്ങൾ ഈ ശബരിമലയിൽ എത്തിച്ച് ആ സ്ഥാനത്ത് വെച്ച് തന്നെ അത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ പോറ്റിയുടെ പക്കൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തുവിട്ട് അതിൽ സ്വർണം പൂശേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ കൊടുത്തുവിട്ട് സ്വർണം പൂശുമ്പോൾ അതിൽ നഷ്ടപ്പെട്ടു പോകുന്ന സ്വർണത്തിന്റെ അളവുണ്ട്, അതും കൂടി സംശയനിലയിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ശരി റാഫി, എന്തായാലും ഇപ്പോൾ വരുന്ന ഈ വിവരങ്ങളൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ആരോപണങ്ങൾ
ശരിവെക്കുന്ന അല്ലെ വെളിപ്പെടുത്തലുകൾ ശരിവെക്കുന്ന തെളിവുകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ചിത്രങ്ങളിൽ അന്ന് സ്വർണം പൂശിയത് വ്യക്തമാണ്. ഓരോ ദ്വാരപാലക ശില്പത്തിലും 2.5 കിലോ വീതം, അങ്ങനെ 5 കിലോ സ്വർണ്ണമാണ് അതിൽ പൂശിയിരുന്നത്. അതിന് കണക്കുണ്ട്, രേഖകളുണ്ട്. അതുൾപ്പെടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ അതിൻ്റെ മറ്റു വിവരങ്ങളുമുണ്ട്. പക്ഷേ ഇപ്പോഴും ആ കണക്കുകളും രേഖകളും മാത്രമേ ഉള്ളൂ. ആ ശില്പങ്ങളിലെ സ്വർണം പതിച്ച ഭാഗം അതിപ്പോഴില്ല. അത് ചെമ്പായി മാറി. അതെവിടെ പോയി, അതെങ്ങനെ ചെമ്പായി എന്നതിന് ഉത്തരം നൽകാൻ ദേവസ്വം ബോർഡിനും കഴിയുന്നില്ല. അതുതന്നെയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസും ചോദിക്കുന്നത്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നത് ചെമ്പ് പാളികളെന്ന് അറ്റകുറ്റപ്പണി നടത്തിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നു. ഇക്കാര്യത്തിൽ ഇതുവരെ വ്യക്തത വരുത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടുമില്ല. വ്യവസായി വിജയ് മല്യ 1998 ശ്രീകോവിലിനൊപ്പം ദ്വാരപാലക ശില്പവും സ്വർണം പൊതിഞ്ഞു നൽകിയിരുന്നു. 2019 സ്വർണം പൂശാൻ നൽകിയത് 12 ചെമ്പുപാളികളാണെന്നാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയത്. ഇക്കാര്യം അറ്റകുറ്റപ്പണി നടത്തിയ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസും ശരിവെക്കുന്നു. അവരുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ആർട്ടിക്കിള് ഒരു കോപ്പർ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പുറത്ത് പതിപ്പിച്ച ക്ലാഡിങ്സ് ആണ്. എന്നാൽ ഇത് ചെമ്പുപാളികളല്ലെന്ന് തെളിയിക്കാൻ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ തെളിവുകളില്ല. ദാരുശില്പത്തിൽ നിന്ന് പാളികൾ ഇളക്കിയെടുത്തപ്പോൾ ചെമ്പുപാളികളെന്നാണ് ദേവസ്വം മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 42.8 കിലോ തൂക്കമുണ്ടായിരുന്ന പാളികൾ തിരികെ എത്തിച്ചപ്പോൾ 4.41 കിലോ കുറഞ്ഞു. 1998 2019 ഇടയിൽ എന്തു സംഭവിച്ചുവെന്നതിലും ദുരൂഹത ബാക്കി. ദ്വാരപാലക ശില്പപാളികൾ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് സന്നിധാനത്ത് വെച്ച് തന്നെയാണെന്ന് മുൻ തന്ത്രി കണ്ഠരര് മോഹനര് പറഞ്ഞു. അല്ല, ഇപ്പോൾ ഏതൊരു കാര്യമായാലും ക്ഷേത്രം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആ സംഗീതത്തിൽ തന്നെ പണിയുന്നതാണ്. അവിടെ വെച്ച് തന്നെ പണിയാണത്. പുറത്ത് കൊണ്ടുപോരുന്നൊരു ശാസ്ത്രമുള്ളതാണ്. നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് വിശദമായി ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയെല്ലാം പണപ്പിരിവ് നടത്തി? യഥാർത്ഥ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയോ? ഇടനിലക്കാർ വേറെയുണ്ടോ? ശബരിമലയിൽ നിന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണ്ണപ്പാളികൾ എത്തിക്കാനെടുത്ത 30-ലേറെ ദിവസം ദ്വാരപാലക ശില്പത്തിലെ പാളികൾ എവിടെയായിരുന്നു? ചോദ്യങ്ങളേറെ. 24 തിരുവനന്തപുരം. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിക്ക് പുറമെ ശബരിമല തങ്ക കവാടം ഉപയോഗിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപക പണപ്പിരിവ് നടത്തി. ബംഗളൂരുവിലും ചെന്നൈയിലും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലും ഇവ ഉപയോഗിച്ച് പണപ്പിരിവ് നടത്തി എന്നാണ് വിവരം. ചെന്നൈയിലെ ചടങ്ങിൽ നടൻ ജയറാമിനെയും ഉപയോഗിച്ചിട്ടുണ്ട്. തന്റെ പൂജാമുറിക്ക് മുന്നിൽ തങ്ക കവാടം 15 മിനിറ്റ് വെച്ചിരുന്നു എന്ന് ജയറാം 24നോട് പറഞ്ഞു. സമ്പന്നരായ അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസം ഉണ്ണികൃഷ്ണൻ പോറ്റി ചൂഷണം ചെയ്തതിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 2019 സ്വപ്ന ദർശനമെന്ന് പറഞ്ഞാണ് ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത്. ഒപ്പം വിജയ് മല്യ സ്വർണം പൂശി നൽകിയ ശ്രീകോവിൽ കവാടം മാറ്റണമെന്നും സ്പോൺസർ ഉണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതിയും നൽകി. സ്വർണ്ണപ്പാളി ബംഗളൂരുവിൽ പ്രദർശിപ്പിച്ച് പണം ഈടാക്കി. തങ്ക കവാടം ആന്ധ്രയിലെ വ്യവസായിയുടെ സംഭാവനയായിരുന്നു. കവാടം സ്വർണം പൂശിയ ചെന്നൈ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് തുടങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഗൂഢതന്ത്രങ്ങൾ. അയ്യപ്പ ഭക്തരായ നടൻ ജയറാം, ഗായകൻ വീരമണി രാജു, വ്യവസായി കുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പൂജാ ചടങ്ങ്. പിന്നാലെ ജയറാമിന്റെ വീട്ടിലേക്ക്. ഇത് പോകുന്ന വഴി എന്റെ വീട് അവിടെയാണ്. അവിടെ ചവിട്ടി ശബരിമലയ്ക്ക് പോകുന്നതല്ലേ. അപ്പോ പിന്നെന്താ തീർച്ചയായിട്ടും പറഞ്ഞു. അതിനുശേഷം 1 മിനിറ്റ് എന്റെ ഏകദേശം ഒരു 10-15 മിനിറ്റ് എന്റെ പൂജാ റൂമിന്റെ അവിടെ കൊണ്ട് കാണിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയി അവര്. കോട്ടയം ഇളമ്പള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തങ്കകവാടം പ്രദർശനത്തിന് വെച്ചു. ക്ഷേത്രം ഭാരവാഹികളുടെ പ്രതികരണം ഇങ്ങനെ: ഈ സമർപ്പിക്കുന്ന 4-5 പേര് കൂടിയാണ് എന്ന് പറഞ്ഞതിൽ ഒരാൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്, മറ്റൊരാൾ ഒരു അജി എന്ന് പറഞ്ഞ ഒരാൾ. അവരാണ് ഈ വാതിൽ കൊണ്ടിരുന്നത്. രാവിലെ 6 മണിക്ക് കൊണ്ടുവന്ന് ക്ഷേത്രത്തിൻ്റെ ആനക്കൊട്ടിൽ വെച്ച് അവിടുത്തെ മേശാന്തി ഒരു പൂജയൊക്കെ കഴിച്ചാണ് ഇത് അവിടെ രഥത്തെ കയറ്റുന്നത്. ജനപ്രതിനിധികളും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ശബരിമലയിലേക്കുള്ള യാത്രാമധ്യേ പണസമാഹരണത്തിന്റെ വഴികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മുതലാക്കി. മൂവാറ്റുപുഴയിലെ അജികുമാർ എന്നയാളുടെ വീട്ടിൽ സ്വർണ്ണപ്പാളികൾ ഒരു രാത്രിയും പകലും സൂക്ഷിച്ചു. ഇതിന് ലക്ഷങ്ങൾ ഈടാക്കി. ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്, അതിനുള്ള സംവിധാനം അവിടെ ചെയ്യണം, എല്ലാം റെഡിയാക്കി വേണമെന്ന് പറഞ്ഞു. അതിനുള്ള പൈസ തന്നേക്കാന്ന് പറഞ്ഞു. എല്ലാം റെഡിയാക്കി വെച്ചു. ഒരു ദിവസം അവനോട് ഞാൻ ചോദിച്ചു, എടാ നിനക്ക് ഇതിനെല്ലാം കൂടെ എത്ര ലക്ഷം രൂപ മുടക്കുണ്ടെന്ന് ചോദിച്ചു. എന്നോട് എനിക്കൊരു 10-30 ലക്ഷം മുടക്കുണ്ടെന്ന് പറഞ്ഞു. ഉണ്ണിപ്പോറ്റിയാണ് ഡീലർ. അദ്ദേഹത്തിന്റെ അളിയന് ഈ കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്യാം. 24 തിരുവനന്തപുരം. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നടത്തിയ തട്ടിപ്പുകളിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. പോറ്റിയുടെ തട്ടിപ്പുകൾക്ക് ഭരണസമിതിയും ജീവനക്കാരും അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഇരുട്ടിൽ നിർത്തുന്നതാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾ. കോടിക്കണക്കിന് വിശ്വാസികളുടെ ആരാധനാ കേന്ദ്രമായ ശബരിമല ദേവസ്വം ബോർഡ് അംഗമോ ജീവനക്കാരനോ അല്ലാത്ത ഒരാൾ
ശബരിമലയിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചുവെന്നത് പുറത്തുവരുന്നത് ഇപ്പോൾ. സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയും ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെയും സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ദേവസ്വം ബോർഡാണ്. മുൻ ഭരണസമിതിയുടെ കാലത്ത് അനുമതിയില്ലാതെ കൈമാറിയതിൽ വീഴ്ചയുണ്ടെന്ന് സമ്മതിക്കുന്നത് നിലവിലെ ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ്. അന്നത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിരീക്ഷണത്തിൽ നിന്നും വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ തെറ്റുപറ്റിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾക്കില്ല. അന്നത്തെ 2019 അതെല്ലാം ഉൾപ്പെടെ ഈ അന്വേഷണ പരിധിയിൽ അതെല്ലാം വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ സമാന്തര കേന്ദ്രമാക്കിയതിനെ പ്രതിപക്ഷം രൂക്ഷമായാണ് വിമർശിക്കുന്നത്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? ആരാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത്? ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താണ്? അയ്യപ്പനെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. 2019 മുതലുള്ള മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഭരണകൂടവും തിരുവാഭരണ കമ്മീഷൻ അടക്കമുള്ള ആളുകൾ മറുപടി പറയേണ്ട ഗുരുതരമായ ഒരു കേസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്പന്നരുമായി ബന്ധം തുടങ്ങിയത് അയ്യപ്പ ഭക്തി മുതലെടുത്ത് ചൂഷണം ചെയ്യാനായിരുന്നു. ദേവസ്വം ബോർഡ് കാഴ്ചക്കാരായോ അതോ അവർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടായിരുന്നോ എന്നാണ് ഇനി അറിയേണ്ടത്. 24 തിരുവനന്തപുരം. സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രക്ഷോഭത്തിനൊരുങ്ങി കോൺഗ്രസ്. ശബരിമലയിലെ സ്വർണം സംരക്ഷിക്കുന്നതിൽ സർക്കാരും ദേവസ്വം ബോർഡും വീഴ്ച വരുത്തി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് സമരത്തിലേക്ക് കടക്കുന്നത്. സർക്കാരിനോ പാർട്ടിക്കോ ഒന്നും ഒളിക്കാനില്ലെന്നും ഫലപ്രദമായ അന്വേഷണം നടക്കട്ടെ എന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ NSS സ്വീകരിച്ച നിലപാടിനെ തുടർന്ന് പ്രതിരോധത്തിൽ പോയ കോൺഗ്രസ് സ്വർണ്ണപ്പാളി വിവാദത്തിൽ പിടിച്ച് പ്രത്യാക്രമണം നടത്തുകയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുതലുള്ള നേതാക്കൾ ഒരുമിച്ചിറങ്ങി വിവാദത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചത് ഇതിന്റെ ആദ്യപടിയാണ്. ജനങ്ങളെ അണിനിരത്തിയുള്ള സമരമാണ് അടുത്ത ഘട്ടം. ഗവൺമെന്റിന്റെയും ദേവസ്വം ബോർഡിന്റെയും കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെ വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുക തന്നെ ചെയ്യും. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ നേടാൻ ശ്രമിച്ച രാഷ്ട്രീയ മേൽക്കൈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഒലിച്ചുപോകുന്ന നോക്കി നിൽക്കേണ്ടി വരുന്ന നിസ്സഹായതയിലാണ് സർക്കാരും CPIM-ഉം. വീഴ്ചയുടെ രാഷ്ട്രീയവും ഭരണപരമായ ഉത്തരവാദിത്വം മറ്റാരുടെയും മേൽ ചാരാനാവാത്തതിനാൽ അന്വേഷണം നടക്കട്ടെ എന്നാണ് പാർട്ടി നിലപാട്. ആരായാലും ഞാൻ വെറുതെ പറഞ്ഞല്ല, ആരെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല. ആരായാലും ആരുടെ കാലത്തായാലും ഏത് വ്യക്തികളെല്ലാം ഉൾച്ചേർന്നാലും ഹൈക്കോടതിയുടെ ഭാഗമായിട്ടുള്ള അന്വേഷണ സംവിധാനത്തിന്റെ നിലപാട് സ്വീകരിച്ച് ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അന്വേഷിക്കട്ടെ, ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്താ ഭയപ്പെടേണ്ട കാര്യം? സ്വർണ്ണപ്പാളി വിവാദത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് BJPയുടെ ആവശ്യം. 24 തിരുവനന്തപുരം. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്നു എന്ന് പരാതി. ഗുരുതര അണുബാധയുണ്ടായിട്ടും മതിയായ ചികിത്സ നൽകിയില്ല എന്നും കുടുംബം ആരോപിക്കുന്നു. പിഴവുണ്ടായിട്ടില്ല എന്നും പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്നാണ് പാലക്കാട് ജില്ലാ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. 9 വയസ്സുകാരി പാലക്കാട് പല്ലശ്ശന സ്വദേശി വിനോദിനിയുടെ വലതുകൈയാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത്. സെപ്റ്റംബർ 24-ലാണ് സഹോദരനൊപ്പം കളിക്കുന്നതിനിടെ പെൺകുട്ടിക്ക് വീണു പരിക്കേറ്റത്. തുടർന്ന് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. ജില്ലാ ആശുപത്രിയിൽ നിന്നും എക്സ്റേ എടുത്ത് പ്ലാസ്റ്റർ ഇട്ട് വിട്ടയച്ചു. വേദന കൂടിയതോടെ 25-ന് വീണ്ടും ചികിത്സ തേടി. കൈയൊടിഞ്ഞാൽ വേദന ഉണ്ടാവുമെന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചയച്ചു. 5 ദിവസത്തിന് ശേഷം വന്നാൽ മതിയെന്ന് പറഞ്ഞാണ് മടക്കി അയച്ചത്. ആശുപത്രിയുമായി നിരന്തരം ബന്ധപ്പെടുമ്പോഴും ചികിത്സാ സൗകര്യം ഉറപ്പാക്കിയില്ലെന്ന് അമ്മ പ്രസീത 24-നോട്. അവര് നോക്കിയില്ല, നേരെ നോക്കിയില്ല, അത്രേ പറയാനുള്ളൂ. അവർ നോക്കിയതാണെങ്കിൽ ഇപ്പോൾ ഇൻഫെക്ഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം കയ്യിൽ എന്താണ് പറഞ്ഞാൽ ഈ കുത്തിയത് അവർ നേരെ നോക്കണം. കല്ലോ എന്തെങ്കിലും പൊടിയുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ അടിക്കുന്ന അവർക്ക് അറിയാലോ. അവരത് നോക്കിയില്ല, പഴുപ്പ് കയറിപ്പോയി. ഇനി പറ്റില്ല. എന്താണ് പറഞ്ഞാൽ കൈ പോയി, അത്ര തന്നെ. കൈ മുറിച്ച് മാറ്റി. സ്ഥിതി ഗുരുതരമായതോടെ ജില്ലാ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും കൈ മുറിച്ചു മാറ്റേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. പരിശോധനാ ഘട്ടത്തിൽ പ്രശ്നങ്ങളുണ്ടായില്ലെന്നും വീഴ്ച സംഭവിച്ചെന്നും പാലക്കാട് DMO TV റോഷ്. ഇതിനിടയിൽ പ്രാഥമിക അന്വേഷണത്തിന് റിപ്പോർട്ട് പുറത്തു വന്നു. DMOയുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ പത്മനാഭൻ, ഡോക്ടർ കാവ്യ എന്നിവർ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും കുട്ടിക്ക് ചികിത്സ നൽകിയെന്നുമാണ് വ്യക്തമാക്കുന്നത്. ഇത് ചികിത്സാ പിഴവല്ല സംഭവിച്ചിട്ടുള്ളത്. ചികിത്സ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രാക്ചർ ആയിട്ട് വന്നു, അന്ന് കാഷ്വാലിറ്റിയിൽ വന്നു, പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. പിറ്റേ ദിവസം റിവ്യൂ നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞിട്ട് വരാനും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ പ്ലാസ്റ്റർ കട്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് കയ്യിന് ഈ രക്തോട്ടം നിലത്തേക്കായിരുന്നു. അതാണ് ആ സമയത്ത് നമ്മൾ പ്രശ്നം കൈവിട്ടുപോയെന്ന് മനസ്സിലാക്കിയ ഡോക്ടർമാർ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിർദ്ദേശം നൽകിയതായും കുടുംബം ആരോപിക്കുന്നുണ്ട്. 24
കോഴിക്കോട്. പാകിസ്ഥാന് താക്കീതുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗും. ഭീകരവാദത്തെ പിന്തുണച്ചാൽ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കും എന്നാണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പ്രതികരണം. ഇതുവരെ കണ്ട യുദ്ധങ്ങൾ പോലെയായിരിക്കില്ല ഭാവിയിലെ യുദ്ധമെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് പാകിസ്ഥാനെ ഓർമ്മിപ്പിച്ചു. ഗുജറാത്തിൽ ഇന്നലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാകിസ്ഥാനെതിരെ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് കരവ്യോമസേനാ മേധാവികളുടെ മുന്നറിയിപ്പ്. ഭീകരവാദത്തെ പാകിസ്ഥാൻ വീണ്ടും പിന്തുണച്ചാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ സ്വീകരിച്ച സംയമനം ഭാവിയിൽ ഉണ്ടാകില്ലെന്ന് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. രാജസ്ഥാനിൽ സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കരസേനാ മേധാവി. पाकिस्तान को सोचना पड़े कि उसे इतिहास में भूगोल में रहना है कि नहीं रहना है. अगर उसे भूगोल में अपनी जगह बनानी है तो उसके लिए उसे जो स्टेट स्पॉन्सर्ड टेररिज्म जिसको हम बोलते हैं, यानी कि उसका देश जो टेररिज्म को स्पॉन्सर कर रहा है उसे रोकना पड़ेगा. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ 5 F-16 യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്നും വ്യോമസേനാ മേധാവി ചീഫ് മാർഷൽ AP സിംഗ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയുടെ കരുത്ത് ലോകം കണ്ടെന്ന് വ്യോമസേനാ മേധാവി. We have signs of one C-130 class of aircraft, one AEWC class of aircraft, and at least 4 to 5 fighter aircraft, most likely F-16 because that base happened to be F-16, which would have been under maintenance that time. 93ാമത് വ്യോമസേനാ ദിനാഘോഷത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു വ്യോമസേനാ മേധാവി. 24 ഡൽഹി. പാക് അധീന കശ്മീരിൽ സംഘർഷം 4ാം ദിവസവും രൂക്ഷമായി തുടരുകയാണ്. സൈനിക വാഹനങ്ങൾ അടക്കം പ്രതിഷേധക്കാർ കത്തിച്ചു. നിരവധി നേതാക്കളെ പാക് സേന അറസ്റ്റ് ചെയ്തു. പാക് അധീന കശ്മീരിൽ ഭീകരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടക്കുന്നതെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തിന് സമാനമായ ദൃശ്യങ്ങളാണ് പാക് അധീന കശ്മീരിലെ മുസഫറാബാദ്, മിർപൂർ, പൂഞ്ച്, നീലം, ഭീംബർ എന്നിവിടങ്ങളിൽ നിന്നും പുറത്തുവരുന്നത്. രാഷ്ട്രീയവും സാമ്പത്തികവുമായ അവഗണനയ്ക്കെതിരെ 38 ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ജനകീയ പ്രതിഷേധം 4ാം ദിവസത്തിലും രൂക്ഷമായി തുടരുകയാണ്. കൂടുതൽ സൈന്യത്തെ ഇറക്കി അടിച്ചമർത്താനുള്ള ഭരണകൂടത്തിന്റെ നീക്കത്തിനെതിരെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം തെരുവിലിറങ്ങി. സൈന്യത്തിന്റെ നിരവധി വാഹനങ്ങൾ പ്രതിഷേധക്കാർ കത്തിച്ചു. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട പാക് അധീന കശ്മീരിലെ രാഷ്ട്രീയ പാർട്ടികൾ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിനെ സമീപിച്ചു. പാക് അധീന കശ്മീരിലെ ഭീകരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് പാകിസ്ഥാൻ ഉത്തരവാദിയെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചു. We believe that it is a natural consequence of Pakistan's oppressive approach and systemic plundering of resources from these territories, which remain under its forcible and illegal occupation. സംഘർഷം രൂക്ഷമായതോടെ കഴിഞ്ഞ ദിവസം സർക്കാർ പ്രതിനിധികൾ വിവിധ സംഘടനകളുമായി ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പ്രതിഷേധക്കാർക്ക് നേരെ സൈന്യം നടത്തിയ വെടിവെപ്പിൽ ഇതുവരെ 12 പേർ കൊല്ലപ്പെട്ടു. 200-ലേറെ പേർ പരിക്കേറ്റ് ആശുപത്രിയിലാണ്. 24 ഡൽഹി. ലഡാക്ക് സംഘർഷത്തിൽ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിൽ സുപ്രീം കോടതിയെ സമീപിച്ച് ഭാര്യ ഗീതാഞ്ജലി അങ്മോ. ഹർജി അടിയന്തരമായി പരിഗണിക്കണം എന്നാണ് ആവശ്യം. സോനം വാങ്ചുക്കിനെതിരായ നടപടികൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ കവീന്ദർ ഗുപ്ത വിശദീകരിച്ചു. അറസ്റ്റിലായ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ മോചനം ആവശ്യപ്പെട്ടാണ് ഭാര്യ ഗീതാഞ്ജലി യാങ്മോ സുപ്രീം കോടതിയെ സമീപിച്ചത്. മോചനത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഗീതാഞ്ജലി യാങ്മോ നിവേദനം നൽകിയിരുന്നു. സോനം വാങ്ചുക്കിനെതിരെ തെളിവുകളുണ്ടെന്നും കുറ്റക്കാർ നടപടി നേരിടേണ്ടി വരുമെന്നും ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ കവീന്ദർ ഗുപ്ത. പ്രക്ഷോഭം ദാരുണമായ സംഭവമായിരുന്നുവെന്നും ചർച്ചകളിലൂടെ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകൂവെന്നും ലഫ്റ്റനന്റ് ഗവർണർ വ്യക്തമാക്കി. ലഡാക്കിലെ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടതിൽ കാർഗിൽ ബാർ അസോസിയേഷൻ പ്രതിഷേധമറിയിച്ചു. 6 ദിവസത്തേക്ക് കോടതി ബഹിഷ്കരിക്കാനാണ് തീരുമാനം. നിയന്ത്രണം ഏർപ്പെടുത്തിയ ലേയിൽ ഇന്നു മുതൽ ക്ലാസുകൾ പുനരാരംഭിച്ചു. വിനീത VG 24 ഡൽഹി. കരൂർ ദുരന്തത്തിൽ TVK നേതാവ് വിജയ്ക്ക് മദ്രാസ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. അപകടത്തിന് പിന്നാലെ നേതാവ് മുങ്ങിയെന്നും TVK എന്തൊരു പാർട്ടിയാണെന്നും കോടതിയുടെ പരിഹാസം. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന പരാമർശം നടത്തിയ കോടതി ഈ വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചു. ദേശീയപാതകളിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും കോടതി താൽക്കാലികമായി വിലക്കി. അതേസമയം TVK സംസ്ഥാന ഭാരവാഹികളായ എൽ ആനന്ദിന്റെയും നിർമ്മൽ കുമാറിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. സ്വന്തം പാർട്ടിയുടെ പരിപാടിക്കെത്തിയ സ്ത്രീകളും കുട്ടികളും മരിച്ചു കിടക്കുമ്പോൾ നേതാവ് മുങ്ങി. ഇതെന്ത് നേതാവാണ്? ഇതെന്ത് പാർട്ടിയാണ്?
കരൂർ അപകടത്തിൽ ടി.വി.കെ അധ്യക്ഷൻ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന ഹർജി പരിഗണിച്ച മദ്രാസ് ഹൈക്കോടതി പ്രിൻസിപ്പൽ ബെഞ്ച് അതിരൂക്ഷ വിമർശനമാണ് വിജയ്ക്കെതിരെ നടത്തിയത്. ഖേദം പ്രകടിപ്പിക്കാതിരുന്ന നേതാവിന്റെ മനോനില വ്യക്തമായി. പാർട്ടി പ്രവർത്തകർ പോലും സംഭവ സ്ഥലത്ത് നിന്ന് കടന്നുകളഞ്ഞുവെന്നും കോടതി വിമർശിച്ചു. പിന്നാലെയാണ് നോർത്ത് സോൺ IG അസ്ര ഗാർഗിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കണമെന്ന് കോടതി ഉത്തരവിട്ടത്. കരൂരിലേത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് അഭിപ്രായപ്പെട്ട കോടതി ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചു. വിജയോട് സർക്കാരിന് വിധേയത്വമുണ്ടോ എന്ന് ചോദിച്ച കോടതി പോലീസിന്റെ നിഷ്ക്രിയത്വം അത്ഭുതപ്പെടുത്തിയെന്നും അഭിപ്രായപ്പെട്ടു. ഇതിനിടെ ദേശീയ സംസ്ഥാന പാതകളിൽ പാർട്ടി റാലികളും പരിപാടികളും നടത്തുന്നത് ഹൈക്കോടതി മധുരൈ ബെഞ്ച് നിരോധിച്ചു. ടി.വി.കെ നേതാക്കളായ N. ആനന്ദ്, CT നിർമ്മൽകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഇരുവരുടെയും അറസ്റ്റ് ഉടനുണ്ടാകും. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള 2 ഹർജികൾ തള്ളിയ കോടതി ടി.വി.കെയുടെ ഹർജി ഇന്ന് പരിഗണിച്ചില്ല. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. കോൺഗ്രസ് ഭരിക്കുന്ന വയനാട് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ നാടകീയ രംഗങ്ങൾ. കീളക്കവലയിൽ ആത്മഹത്യ ചെയ്ത രാജേന്ദ്രൻ നായരുടെ പിതാവ് 95 വയസ്സുള്ള ശ്രീധരൻ നായരെ ബാങ്കിലെത്തിച്ചു പ്രതിഷേധം. ബാങ്കിലെ വായ്പ തട്ടിപ്പിനിരയായാണ് രാജേന്ദ്രൻ നായർ ജീവനൊടുക്കിയത്. ഇന്ന് വൈകിട്ടാണ് ബാങ്കിന് മുന്നിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. രാജേന്ദ്രൻ നായരുടെ പിതാവ് ശ്രീധരൻ നായരെ ആംബുലൻസിൽ ബാങ്കിന് മുന്നിൽ എത്തിച്ചു. തുടർന്ന് ബാങ്കിന്റെ താഴെ കിടത്തിയാണ് പ്രതിഷേധിച്ചത്. 95 വയസ്സുള്ള രോഗിയായ ആളാണ് ശ്രീധരൻ നായർ. ബാങ്കിനുള്ളിൽ കയറി ഞാനും അച്ഛനും എൻ്റെ പിള്ളേരും കൂടി ആത്മഹത്യ ചെയ്യും, അല്ലാതെ ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല. ശ്രീധരൻ നായരെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ഭാര്യയെ ഈ ബാങ്ക് കൊന്നു. സ്വന്തം തന്നെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന രാജേന്ദ്രൻ നായരെയും ഈ ബാങ്ക് കൊന്നു. പണം മുഴുവൻ തട്ടിപ്പുകാർ കൊണ്ടുപോയി. ഒരു നീതിയും സർചാർജ് ഉത്തരവ് നടപ്പാക്കാനോ ഒരു തരത്തിലുള്ള നീതിയും ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. രാജേന്ദ്രൻ നായർക്ക് അനുവദിച്ച വായ്പാ തുക പോയത് കേസിലെ പ്രതിയായ സജീവൻ കൊല്ലപ്പള്ളിയുടെ അക്കൗണ്ടിലേക്കെന്ന് വിജിലൻസും സഹകരണ വകുപ്പും നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കുടുംബത്തിന്റെ ആധാരം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. രാജേന്ദ്രൻ നായരുടെ കുടുംബത്തിന് രേഖകൾ എടുത്തു നൽകുക പ്രായോഗികമല്ല എന്നായിരുന്നു ബാങ്ക് പ്രസിഡന്റ് TP ശശിധരൻ മാസ്റ്ററുടെ പ്രതികരണം. അവരുടെ ഡോക്യുമെന്റ് തിരിച്ചു കൊടുക്കാൻ ഒരു കാരണവശാലും ഞങ്ങൾക്ക് സാധിക്കുകയില്ല. കാരണം വെച്ചാൽ ഇതെല്ലാം കച്ചിയിട്ട് വെച്ചിരിക്കുന്നതാണ്, വിജിലൻസ് കച്ചിയിട്ട് വെച്ചിരിക്കുന്ന രേഖകളാണ്. ആ രേഖകളൊന്നും തന്നെ നമുക്ക് ഒറ്റ അടിക്ക് എടുത്തു കൊടുക്കാൻ കഴിയില്ല. 2023 മെയ് 29 രാജേന്ദ്രൻ നായർ വീടിനടുത്തുള്ള പറമ്പിൽ വിഷം കഴിച്ച് മരിച്ചത്. കേസിലെ പ്രതികളായ KK എബ്രഹാം, സജീവൻ കൊല്ലപ്പള്ളി എന്നിവർ ഉൾപ്പെടെയുള്ളവരാണ് കേസിലെ പ്രധാന പ്രതികൾ. 24 വയനാട്. തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി ഹസൻകുട്ടിക്ക് 65 വർഷം തടവ്, 72,000 രൂപ പിഴയും ഒടുക്കണം. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ മാതാപിതാക്കൾക്കൊപ്പം റോഡരികിൽ കിടന്നുറങ്ങുമ്പോഴാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം പ്രതി ഉപേക്ഷിച്ചത്. ശാസ്ത്രീയ തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള കേസിലാണ് പ്രതി ഹസൻകുട്ടിക്ക് 65 വർഷം കോടതി ശിക്ഷ വിധിച്ചത്. പോക്സോ വകുപ്പുകളിൽ മാത്രം 44 വർഷം തടവ് അനുഭവിക്കണം. 72,000 രൂപ പിഴത്തുകയിൽ 50,000 രൂപ അതിജീവിതയ്ക്കുള്ളതാണ്. 2024 ഫെബ്രുവരി 19 പുലർച്ചെയാണ് ചാക്ക റെയിൽവേ പാളത്തിന് സമീപത്തെ പുറമ്പോക്ക് ഭൂമിയിൽ നാടോടി സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയെ ഹസൻകുട്ടി തട്ടിക്കൊണ്ടുപോയത്. പീഡിപ്പിച്ച ശേഷം റെയിൽവേ ട്രാക്കിന് സമീപത്തെ പൊന്തക്കാട്ടിൽ ഉപേക്ഷിച്ചു. കുട്ടിയുടെ വൈദ്യപരിശോധനാ ഫലം പീഡനം സ്ഥിരീകരിച്ചതോടെ CCTVകൾ പരിശോധിച്ച് പ്രതി ഹസൻകുട്ടിയാണെന്ന് ഉറപ്പിച്ചു. സംഭവത്തിന് ശേഷം തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഒളിവിൽ പോയ ഹസൻകുട്ടിയെ കൊല്ലത്ത് നിന്നുമാണ് പിടികൂടിയത്. പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് കുട്ടിയുടെ തലമുടി ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്താനായതും കുട്ടിയെ പീഡനത്തിനിരയാക്കിയ സ്ഥലത്ത് നിന്നും ശേഖരിച്ച സാമ്പിളുകളും പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച സാമ്പിളുകളും ഒന്നാണെന്ന് കണ്ടെത്തിയതും നിർണായകമായി. പ്രതിയുടെ മുൻകാല പോക്സോ പശ്ചാത്തലവും ശിക്ഷാവിധിയിൽ നിർണായകമായിരുന്നു. 24 തിരുവനന്തപുരം. പാലക്കാട്ട് 10ാം ക്ലാസ്സുകാരന് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയ CPM ബ്രാഞ്ച് സെക്രട്ടറി പിടിയിൽ. ചെട്ടിയത്തുകുളമ്പ് ബ്രാഞ്ച് സെക്രട്ടറി N. ഷാജിയെ ആണ് പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. ചൊവ്വാഴ്ച രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം. കൊടുവായൂരിൽ കായികോപകരണങ്ങൾ വിൽക്കുന്ന കട നടത്തുന്നയാളാണ് CPIM പ്രാദേശിക നേതാവായ N. ഷാജി. ജേഴ്സി വാങ്ങാൻ കടയിലെത്തിയ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് മുന്നിലാണ് ഷാജി നഗ്നതാ പ്രദർശനം നടത്തിയത്. വിദ്യാർത്ഥിയോടും നഗ്നത പ്രദർശിപ്പിക്കാൻ ഇയാൾ ആവശ്യപ്പെട്ടെന്നും സ്വകാര്യ ഭാഗത്ത് സ്പർശിച്ചെന്നുമാണ് പരാതി. രക്ഷിതാക്കളെ വിദ്യാർത്ഥി ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. തുടർന്ന് രക്ഷിതാക്കളുടെ പരാതിയിൽ പുതുനഗരം പോലീസ് കേസെടുത്തു. പോക്സോ നിയമപ്രകാരമാണ് കേസ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 24 പാലക്കാട്.
ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്ത് അന്വേഷിക്കാൻ റോയൽ ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിലേക്ക്. അടുത്തയാഴ്ച സംഘം കൊച്ചിയിലെത്തും. അനധികൃതമായി കടത്തിയ വാഹനങ്ങളുടെ വിവരങ്ങൾ കസ്റ്റംസിൽ നിന്ന് തേടും. ഓപ്പറേഷൻ നംകോറിൽ കസ്റ്റംസ് വാഹനങ്ങൾ പിടികൂടിയതിന് പിന്നാലെ റോയൽ ഭൂട്ടാൻ കസ്റ്റംസും സമാന്തര അന്വേഷണം ആരംഭിച്ചിരുന്നു. ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി കടത്തിയ വാഹനങ്ങളുടെ വിവരങ്ങൾ തേടാൻ റോയൽ ഭൂട്ടാൻ കസ്റ്റംസ് അടുത്തയാഴ്ച കൊച്ചിയിലെത്തും. ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ ഡീരജിസ്ട്രേഷൻ ചെയ്യാത്തതിനാൽ SUV ആഡംബര വാഹനങ്ങൾ അനധികൃതമായിട്ടാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചതെന്നാണ് ഭൂട്ടാൻ കസ്റ്റംസിന്റെ നിഗമനം. വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് ഭൂട്ടാൻ കസ്റ്റംസ് മുൻ സൈനിക ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും കൊച്ചിയിലെ കസ്റ്റംസ് യൂണിറ്റിന് കൈമാറും. വ്യാജരേഖ ചമച്ചുള്ള വാഹനക്കടത്തിൽ ഒന്നിലധികം ക്രിമിനൽ കുറ്റങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് ഭൂട്ടാൻ കസ്റ്റംസിന്റെ വിലയിരുത്തൽ. കൂടാതെ കഴിഞ്ഞ 15 വർഷത്തിനിടെ ഭൂട്ടാനിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എഞ്ചിൻ നമ്പറിലും ഷാസി നമ്പറിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗുരുതര സ്വഭാവമുള്ള കുറ്റമായതിനാൽ കേസിന്റെ തുടരന്വേഷണത്തിന് മറ്റ് കേന്ദ്ര ഏജൻസികളുടെ സഹായവും ഭൂട്ടാൻ കസ്റ്റംസ് തേടും. 24 കൊച്ചി. കൂത്തുപറമ്പ് MLA KP മോഹനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധക്കാരെ തള്ളി CPM ജില്ലാ നേതൃത്വം. സംഭവം കേരളത്തിന് തന്നെ അപമാനമാണെന്നും ഇത് അനുവദിക്കില്ലെന്നും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ പറഞ്ഞു. കരിയാട് പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കേണ്ടത് പാനൂർ നഗരസഭയാണ് എന്നാണ് CPM നിലപാട്. എന്നാൽ MLA ആണ് ആദ്യം പ്രകോപനമുണ്ടാക്കിയത് എന്നും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സമരസമിതി. MLA കയ്യേറ്റം ചെയ്ത സംഭവം കേരളത്തിന് തന്നെ അപമാനമാണെന്നാണ് CPMന്റെ നിലപാട്. എന്നാൽ ആദ്യം പ്രകോപനമുണ്ടാക്കിയത് MLA ആണെന്ന് ഡയാലിസിസ് സെന്ററിനെതിരെ സമരം ചെയ്യുന്ന നാട്ടുകാർ ആവർത്തിക്കുന്നു. നിങ്ങളെ പിന്നെ കണ്ടോളാമെന്ന് പറഞ്ഞു സ്ത്രീകളെ ഉൾപ്പെടെ തള്ളിയത് MLA ആണെന്നാണ് ആരോപണം. അദ്ദേഹം വന്ന് നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ കൈ കൊടുക്കും, അദ്ദേഹം ഞങ്ങൾ കണ്ടോളാന്നും പറഞ്ഞ് അങ്ങ് ഉള്ളിലോട്ട് കയറി. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു അങ്ങോട്ട് അദ്ദേഹം അങ്ങനെ തള്ളുമ്പോൾ നമ്മളെ പെണ്ണുങ്ങളെല്ലാം നിങ്ങൾ അവിടെ നിൽക്ക്, ഞങ്ങൾ പറയുന്നത് കേൾക്ക്, ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഒന്നും തള്ളും. അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, എന്നാ കയ്യേറ്റൊന്നും ചെയ്തിട്ടില്ല, സാധാരണ ഉള്ളൊരിതാന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. 2020 മാർച്ചിലാണ് കരിയാട് അബേ എന്ന പേരിൽ ഡയാലിസിസ് സെന്റർ ആരംഭിച്ചത്. ആദ്യം പരാതികളില്ലാതെ നാട്ടുകാരുടെ പിന്തുണയോടെയായിരുന്നു സ്ഥാപനത്തിന്റെ പ്രവർത്തനം. എന്നാൽ പിന്നീട് ഡയാലിസിസ് സെന്ററിൽ നിന്നുള്ള മലിനജലം എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് മണ്ണിൽ ഒഴുക്കിയെന്നാണ് ആരോപണം. ഏറെ വൈകാതെ പ്രദേശവാസികളുടെ കിണറുകളിൽ അത് കലർന്നെന്നും നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ 10-13 കിണറിൽ നാശമായിട്ടുണ്ട്. പിന്നെ ഇനിയും ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ സംഖ്യ കൂടും. ഇപ്പം 13 കിണറ്റിൽ ബാധിച്ചു. അങ്ങനെ നമുക്കല്ലാതാണ് പേടി, നമ്മളെല്ലാം വീട്ടിലെല്ലാം വരൂലേ ഇങ്ങനെ തുടർന്ന് അങ്ങ് പോലെ. ഇവർ നിർത്തിയിട്ടില്ലെങ്കിൽ അല്ലെ ഇതിനൊരു പരിഹാരം കാണണം. നമ്മൾ എതിർക്കുന്നതിൻ്റെ പുറത്ത് ഒന്നര കൊല്ലം അവിടെ അംഗനവാടിയിൽ ഈ മണ്ണിൽ ഒഴുക്കി നമ്മൾ കാടിൽ ചെടിയെല്ലാം കരിഞ്ഞ കണ്ടിട്ടാണ് ഈ പ്രശ്നമാക്കുന്നതും ജനകീയ സമരസമിതി രൂപീകരിക്കുന്നതും. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. വിഷയം ചർച്ച ചെയ്യാൻ ഞായറാഴ്ച പ്രദേശത്ത് MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. 24 കണ്ണൂർ. നമ്മൾ നേരത്തെ നൽകിയ ആ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ TJS ജോർജ് അന്തരിച്ചു. അദ്ദേഹത്തിന് 97 വയസ്സായിരുന്നു. മണിപ്പാലിലെ ആശുപത്രിയിൽ ഇന്ന് വൈകിട്ടോടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ജയിലിൽ അടയ്ക്കപ്പെട്ട പത്രാധിപരാണ് TJS ജോർജ്. 1965 തന്റെ 37-ാം വയസ്സിൽ ബീഹാർ മുഖ്യമന്ത്രി KB സഹായിയെ ധിക്കരിച്ച് പട്ന ബന്ദ് സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്തതിനാണ് TJS ജോർജിനെ ജയിലിലടച്ചത്. പ്രതിരോധ മന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോനാണ് അന്ന് അദ്ദേഹത്തിനു വേണ്ടി കോടതിയിൽ ഹാജരായത്. പത്തനംതിട്ടയിലെ തുമ്പമൺ സ്വദേശിയായ ജോർജ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഓണേഴ്സ് ബിരുദം കരസ്ഥമാക്കിയ ശേഷം 1950 ബോംബെയിലെ ഫ്രീ പ്രസ് ജേണലിലാണ് പത്രപ്രവർത്തന ജീവിതം ആരംഭിച്ചത്. ഇന്ത്യയിലും വിദേശത്തുമായി അരനൂറ്റാണ്ടിലേറെ മാധ്യമപ്രവർത്തനം നടത്തിയ TJS ജോർജ് ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദി സെർച്ച് ലൈറ്റ്, ഫാർ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂ തുടങ്ങിയവയിൽ ജോലി ചെയ്തു. ഹോങ്കോങ്ങിൽ നിന്നുള്ള ഏഷ്യ വീക്കിന്റെ സ്ഥാപക പത്രാധിപർ കൂടിയാണ് TJS ജോർജ്. പത്രപ്രവർത്തക ജീവിതത്തെ അടിസ്ഥാനമാക്കി എഴുതിയ ഘോഷയാത്ര എന്ന പുസ്തകം ശ്രദ്ധിക്കപ്പെട്ടു. VK കൃഷ്ണമേനോൻ, നർഗീസ്, MS സുബലക്ഷ്മി, സിംഗപ്പൂർ മുൻ പ്രസിഡന്റ് ലീ ക്വാൻ യു തുടങ്ങിയവരെ കുറിച്ചുള്ള ജോർജിന്റെ ജീവചരിത്ര കുറിപ്പുകൾ ശ്രദ്ധേയമാണ്. കാൽനൂറ്റാണ്ടോളം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയിരുന്ന പോയിന്റ് ഓഫ് വ്യൂ എന്ന കോളം TJS ജോർജിനെ വായനക്കാരുടെ പ്രിയങ്കരനാക്കി. നൗ ഇസ് ദ ടൈം ടു സേ ഗുഡ് ബൈ എന്ന തലക്കെട്ടിലാണ് കോളത്തിന്റെ അവസാന ലക്കം എഴുതി പൂർത്തിയാക്കിയത്. മകൻ ജീത് തയ്യിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. റിസർച്ച് ഡെസ്ക് 24.
RSS പരിപാടിയിൽ ഗണഗീതം പാടി യാക്കോബായ സഭ വൈദികൻ. കൂത്താട്ടുകുളം വടകര സെന്റ് യാക്കോബായ പള്ളി വികാരി ഫാദർ പോൾ തോമസ് പീച്ചിയിലാണ് RSS വേദിയിലെത്തിയത്. RSSന്റെ കൂത്താട്ടുകുളം മണ്ഡലം വിജയദശമി മഹോത്സവത്തിലാണ് വൈദികൻ പങ്കെടുത്തത്. പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേവനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ, പൂങ്കാവനങ്ങളുണ്ടിവിടെ. ഇലയും ഇതളും പൂവും മുട്ടും ഇറത്തെടുത്തർപ്പിച്ചീരാൻ തലകുമ്പിട്ടു വരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ, തഴച്ചു വളരുന്നുണ്ടിവിടെ. അടിമുടി സേവന വാസന വിതറി അമേരിക്ക അവതരിപ്പിച്ച സമാധാന പദ്ധതി അംഗീകരിക്കുന്നതിൽ ഹമാസിൽ ഭിന്നിപ്പെന്ന സൂചന. സമാധാന പദ്ധതിയിൽ പ്രതികരിക്കാൻ ഹമാസിന് ട്രംപ് അനുവദിച്ച 4 ദിവസത്തെ സമയപരിധി നാളെ അവസാനിക്കും. ഗസയിലേക്ക് സഹായവുമായി എത്തിയ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില യാനവ്യൂഹത്തിലെ ആക്ടിവിസ്റ്റുകളെ നാടുകടത്താൻ ഇസ്രായേൽ കോടതി ഉത്തരവിട്ടു. അമേരിക്കയുടെ സമാധാന പദ്ധതിയിൽ ഹമാസിന്റെ നിരായുധീകരണം, ബന്ദികളുടെ മോചനം, ഗസയുടെ ഭരണത്തിൽ നിന്നും ഹമാസിനെ ഒഴിവാക്കൽ തുടങ്ങിയ വ്യവസ്ഥകളാണുള്ളത്. ഇത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള പദ്ധതിയാണെന്ന് വിശ്വസിക്കുന്നതിനാൽ സമാധാന പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ലെന്നാണ് സൈനിക വിഭാഗം തലവന്റെ പ്രതികരണം. എന്നാൽ അറബ് രാജ്യങ്ങൾ ട്രംപിന്റെ പദ്ധതിയെ പിന്തുണച്ച സാഹചര്യത്തിൽ ഖത്തറിലുള്ള ഹമാസിന്റെ പൊളിറ്റിക്കൽ വിഭാഗം ചില ഭേദഗതികളോടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാമെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ബന്ദികളുടെ നിയന്ത്രണം സൈനിക വിഭാഗത്തിനായതിനാൽ ബന്ദിമോചന കാര്യത്തിൽ പൊളിറ്റിക്കൽ വിഭാഗത്തിന് സൈനിക വിഭാഗവുമായി ഒത്തുതീർപ്പിൽ എത്തേണ്ടതായിട്ടുണ്ട്. സംഘടനയ്ക്കുള്ളിൽ ഭിന്നത നിലനിൽക്കുമ്പോൾ സമാധാന പദ്ധതികളോട് ഉടൻ പ്രതികരിക്കുമെന്നാണ് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം മുഹമ്മദ് നസാൽ പറയുന്നത്. ട്രംപിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ ഹമാസിൽ ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ വലിയ സമ്മർദ്ദമാണ് ചെലുത്തി വരുന്നത്. സമാധാന പദ്ധതിയിൽ പ്രതികരിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഹമാസിന് അനുവദിച്ചിരുന്ന 4 ദിവസത്തെ സമയപരിധി നാളെ അവസാനിക്കുകയാണ്. അതിനിടെ ഗസയിലേക്ക് മാനുഷിക സഹായവുമായി എത്തിയ ഗ്രറ്റ തുൻബർഗ് അടക്കമുള്ള ആക്ടിവിസ്റ്റുകളെ നാടുകടത്താൻ ഇസ്രായേൽ കോടതി ഉത്തരവിട്ടു. ഇന്റർനാഷണൽ ഡെസ്ക് 24. അമേരിക്കയിൽ സർക്കാർ സേവനങ്ങളുടെ ഭാഗിക അടച്ചുപൂട്ടൽ അടുത്ത ആഴ്ചയിലേക്ക് നീളാൻ സാധ്യത. സർക്കാർ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ ഇന്ന് തുടങ്ങും എന്ന് ട്രംപ് ഭരണകൂടം അറിയിച്ചു. ഹ്രസ്വകാല ധനവിനിയോഗ ബിൽ ഇന്ന് വീണ്ടും സെനറ്റിൽ അവതരിപ്പിച്ചേക്കും. പാഴ്മരങ്ങൾ വെട്ടിമാറ്റാൻ ലഭിക്കുന്ന സുവർണാവസരമാണ് ഷട്ട് ഡൗൺ കാലമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ഹ്രസ്വകാല ധനവിനിയോഗ ബിൽ ഇന്ന് US സെനറ്റിൽ വീണ്ടും അവതരിപ്പിക്കപ്പെടുമ്പോൾ ഡെമോക്രാറ്റുകൾ ബില്ലിനെ പിന്തുണയ്ക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ബിൽ പാസ്സാകാതെ വന്നാൽ സർക്കാർ സേവനങ്ങളുടെ ഭാഗിക അടച്ചുപൂട്ടൽ നീളും. ഇന്നു മുതൽ സർക്കാർ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ ആരംഭിക്കുമെന്നാണ് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ 7.5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർ ശമ്പളരഹിത നിർബന്ധിത അവധിയിലാണ്. ഇപ്പോഴത്തെ അടച്ചുപൂട്ടലിനെ അവസരമായി കണക്കാക്കി നികുതിപ്പണം പാഴാക്കുന്ന ഏജൻസികളെ ലക്ഷ്യമിടുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ധനവിനിയോഗ ബിൽ പാസ്സായില്ലെങ്കിൽ താഴ്ന്ന വരുമാനക്കാർക്കുള്ള ഭക്ഷ്യസഹായ പദ്ധതിയായ WICക്കുള്ള ധനസഹായം തീർന്നുപോകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ധനവിനിയോഗ ബില്ലിൽ ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡികൾ ഉൾപ്പെടുത്തണമെന്ന ഡെമോക്രാറ്റുകളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് ട്രംപ് ഭരണകൂടം. വാഷിംഗ്ടൺ, ന്യൂയോർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലെ മ്യൂസിയങ്ങളിലേക്ക് ഇന്നലെ സന്ദർശകരെ പ്രവേശിപ്പിച്ചില്ല. ജീവനക്കാർ കുറവായതിനാൽ ദേശീയ ഉദ്യാനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് സന്ദർശകരുടെ ജീവന് ഭീഷണിയാണെന്നും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.